ഹായ് സുന്ദരീസ്, എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. വെയിറ്റ് ഗെയിനിന് വേണ്ടി അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കഴുത്തിന് വയ്യായിക കാരണമാണെങ്കിലും വെയിറ്റ് ഗെയിൻ അതിൻ്റെ ഒപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നന്നായിട്ടൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുന്നത്തൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു 6-7 കിലോ അത്രത്തോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനി മുടിയിൽ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കിയതിന് ശേഷം ബാക്കി തുണിയൊക്കെ മടക്കി വെക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒതുക്കണ സമയത്താണ് കൂടുതലും ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാട്ടിൽ അങ്ങ് നടന്നു നോക്കണം. ഇത് ഞാൻ തുന്നിയ ചുരിദാറുകളാണ്, എന്ന് വെച്ചാൽ കുർത്ത സെറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മടക്കി മാറ്റി വെച്ചതാണ്. പിന്നെ ഞാൻ ഇടയിൽ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒക്കെ മൾട്ടി ടാസ്കിങ് ആണ്. അത് ചെയ്യുമ്പോൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യും, അങ്ങനെ. ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള ക്യാമറ, നമ്മുടെ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനൊന്നുമില്ലല്ലോ, കണ്ണാടി വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യാറ്. പിന്നെ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതുണ്ടല്ലോ നമ്മുടെ അസ്വിക സ്റ്റോറിന് വേണ്ടിയിട്ട് ഞാൻ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത മാസം ഒരു എക്സിബിഷൻ ഉണ്ട് തൃശ്ശൂർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യാനായിട്ടാണ്. ഓൾറെഡി നമുക്കൊരു ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ത്രിഫ്റ്റ് സ്റ്റോറും അതേപോലെ സാരി സ്റ്റോറുമായിട്ട് നമ്മൾ എന്തായാലും അടുത്ത് തന്നെ ഒരു എക്സിബിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. തൃശ്ശൂരാവും അത് ഉണ്ടാവുക, ചെറിയൊരു കുട്ടി എക്സിബിഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാരീസൊക്കെ സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഡിസൈൻസൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വരച്ച് മീൽ പ്രപ്പ് ചെയ്തിട്ടുള്ള കാരണം അധികം കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് പാത്രങ്ങളും അങ്ങനത്തെ കുറച്ച് ചൂടാക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ശേഷം അപ്പോഴേക്കും രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെട്ടെന്നാണ് ദിവസം പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് യോഗ പഠിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ടോ, ഒരു 5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വിസിബിളി അങ്ങനെ ചിലപ്പോൾ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. ഞാനും അത് വിചാരിച്ചിട്ടല്ല, എനിക്ക് വിസിബിളി എന്തെങ്കിലും മാറ്റം വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ വർക്കൗട്ടും ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, അത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നാറില്ല. എനിക്ക് ഫേസ് യോഗയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടി പഠിക്കട്ടെ, ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഹിമക്കുട്ടി ആസ് യൂഷ്വൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കി മുക്കുട്ടി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.